പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ക്ഷേമത്തോടും സന്തോഷത്തോടും സുഖത്തോടുമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നോട് അരുളി ചെയ്തതിനെ നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. വാക്യം ഇങ്ങനെയാണ്: കർത്താവ് തന്നോട് അരുളി ചെയ്തതിനെ നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. എങ്കിലും 1-2 വാക്കുകളിൽ ഞാനത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറിയ എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി മറിയോട് പറയുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നാം ഇവിടെ വായിപ്പാനായിട്ടിടയായിത്തീർന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി മറിയോട് പല കാര്യങ്ങളും സംസാരിച്ചു. പക്ഷേ അതിൽ ഒരു കാര്യമാണ് 45-ാം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എലിസബത്ത് മറിയെ നോക്കി പറയുകയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിനെ നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ അനുഗ്രഹിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൻ ആരെന്ന് ചോദിച്ചാൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയും, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. കർത്താവ് നമ്മോട് എന്ത് കൽപ്പിക്കുന്നുവോ, കർത്താവ് നമ്മോട് എന്ത് അരുളി ചെയ്യുന്നുവോ അതിനൊരു നിവർത്തി ഉണ്ടാകുമെന്ന് നാം വിശ്വസിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയാണ്. ഇവിടെ എലിസബത്ത് മറിയോട് പറയുകയാണ്, ഒരു സ്ത്രീ ഇന്നൊരു സ്ത്രീയോട് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ നീ ഭാഗ്യവതി. അതിന് കാരണം മറിയ നീ തന്നെയാണ്. കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് നീ വിശ്വസിച്ചപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, കർത്താവ് നിങ്ങളോട് എന്ത് കൽപ്പിക്കുന്നുവോ അതിന് നിവർത്തി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരു സംശയവുമില്ല, നിങ്ങളും ഭാഗ്യവാന്മാരാണ്. കർത്താവ് നമ്മോട് സംസാരിക്കും. ഒരു പക്ഷേ വചനത്തിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ ദർശനത്തിലൂടെയോ ഒക്കെയും തൻ്റെ ദാസന്മാരിലൂടെയൊക്കെയും കർത്താവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആലോചന നമ്മോട് അറിയിക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അതിനൊരു നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ തിരസ്കരിക്കാം, ഏറ്റെടുക്കാം. അതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടം ആളുകളാണ് ഭാഗ്യവാന്മാർ. ഇവിടെ മറിയോട് കർത്താവിൻ്റെ ദൂതൻ ചില കാര്യങ്ങളെ അറിയിപ്പാനായിട്ടിടയായിത്തീർന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, എല്ലാ വാക്യവും വായിപ്പാനായിട്ട് നേരം കുറവായതുകൊണ്ട് നിങ്ങൾ 26-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും.
ആദ്യമായി ഈ ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 30-ാമത്തെ വാക്യം, ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇതാണ് കർത്താവിൻ്റെ അരുളപ്പാട്. ശ്രദ്ധിക്കണമേ, ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യം, വിശ്വസിക്കുവാൻ കഴിയാത്ത കാര്യം. ദൂതൻ എന്ന് പറയുന്നു, മറിയ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവിൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ട്. തുടർന്ന് ദൂതൻ പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും. ആ വാക്ക് കേട്ട് മറിയ ഞെട്ടിപ്പോയി, പരിഭ്രമിച്ചു. ഇതുവരെയും കേൾക്കാത്തൊരു കാര്യമാണ് താൻ കേൾക്കുന്നത്. ഇതുവരെയും സംഭവിക്കാത്തൊരു കാര്യമാണ് തൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത്. നീ ഒരു മകനെ പ്രസവിക്കും. കന്യകയായിരിക്കുന്ന മറിയ ഈ വാക്ക് കേട്ട് അവൾ ഭയന്നു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, മറിയയെ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത, വിശ്വസിക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും മറിയെപ്പോലെ തന്നെയാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്ന ചരിത്രം ഇതുവരെയും താൻ കേട്ടിട്ടില്ല. പക്ഷെ ദൂതൻ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ അത്യുന്നതനാകും. വല്ലാത്തൊരു അരുളപ്പാട്. താൻ ഭയന്നുപോയി. ഇതെങ്ങനെ സംഭവിക്കും? താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ദൂതനോട്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ കേട്ട അരുളപ്പാട്, ഞാൻ കേട്ട വചനം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതെനിക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. പലപ്പോഴും കർത്താവ് നിന്നോട് സംസാരിക്കുമ്പോൾ, ദൈവിക അരുളപ്പാട് നിന്നോട് അറിയിക്കുമ്പോൾ, നീയും പറയുന്ന ഒരു കാര്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെയാണ് നടക്കുന്നത്? സാധ്യമല്ല. ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഒരിക്കലും നടക്കാത്തൊരു കാര്യം. ഇത് എങ്ങനെ സംഭവിക്കും? കന്യക ഗർഭിണിയായി ഒരു മകനെ എങ്ങനെ പ്രസവിക്കും? അവളാകെ ഭയന്നുപോയി, ഭയപരവശയായി തീർന്നു. ഈ അരുളപ്പാടിൻ്റെ മുൻപിൽ അവൾ ഭയന്നുപോയി. ഇതെങ്ങനെ സംഭവിക്കും? താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൂതൻ അവളോട് ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്. 38-ാമത്തെ വാക്യത്തിൽ, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ ദൂതൻ വെളിപ്പെടുത്തിയപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടി ദൂതൻ കൊടുത്തു. മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ സമർപ്പിക്കുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആലോചനയ്ക്ക് മുൻപ്, ആ ആലോചനയ്ക്ക് വേണ്ടി കർത്താവ് എന്തു പറഞ്ഞുവോ അത് നിവർത്തിയാകുവാൻ തൻ്റെ ജീവിതത്തെ അവൾ സമർപ്പിച്ചു. അതുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി മറിയോട് പറയുന്നത്, കർത്താവ് അരുളി ചെയ്തതിനെ
നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ചിലത് കർത്താവ് ചെയ്യും. ഒരു പക്ഷേ നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതിനപ്പുറം, നീ ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറമായി. ഇത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ, അസാധ്യമെന്ന് നീ ചിന്തിക്കുമ്പോൾ, ഇന്ന് കർത്താവിൻ്റെ വാക്കിന് മുൻപ് നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, അത് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഈ മറിയയെ പോലെ ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ദാസൻ അവിടുത്തെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന് ഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ചിലത് നിവർത്തിച്ചെടുക്കും. നിന്നോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾക്കൊരാലോചന കൈമാറട്ടെ. കർത്താവ് നിന്നോട് അരുളിച്ചത് എന്തുവോ, അതൊരു പക്ഷെ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരിക്കാം, അസാധ്യമെന്ന് തോന്നിയിരിക്കാം. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുള്ളവനാണെങ്കിൽ, അതിനൊരു നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എലിസബത്ത് പറയുന്നു, കർത്താവ് അരുളിച്ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, ഭാഗ്യവതി. ഇന്ന് പലരെ നോക്കിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് അരുളിച്ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. അത് ചിന്തകൾക്ക് മേലായിരിക്കട്ടെ. ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ, അതിനൊരു നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ, കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പറഞ്ഞത് കർത്താവാണ്, അരുളിച്ചെയ്തത് ദൈവമാണ്. വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ചിലത് നിവർത്തി ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ചില നിവർത്തിയുടെ നാളുകളാണ് കർത്താവ് നിനക്ക് നൽകിത്തരാൻ പോകുന്നത്. കർത്താവ് അരുളിച്ചത് ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ അത് ഏറ്റെടുത്താട്ടെ, പ്രഖ്യാപിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ് അരുളിച്ചത് സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്ന ദിവസങ്ങൾ. അത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, അതിനൊരു നിവർത്തി ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നീയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കൊണ്ട് നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, ഇതിനൊരു നിവർത്തി ഉണ്ടാകുമെന്ന്, കർത്താവ് അരുളിച്ചതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആ പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ ചില നിവർത്തികൾ സംഭവിക്കട്ടെ, ചില അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. കർത്താവ് അരുളിച്ചത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ ചെയ്തതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all.